ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് പ്രതീക്ഷിക്കുന്നുമില്ല, ഞങ്ങൾ ചോദിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ആവശ്യമില്ല. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് പിടിച്ച് UDF അധികാരത്തിൽ കയറുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. ഞങ്ങൾ ആ രാഷ്ട്രീയ നയം ശക്തമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായി നേരിട്ടിട്ടുള്ള മുന്നണികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഞങ്ങൾക്ക് വളരെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഞങ്ങൾ നാളെയും മറ്റന്നാളും ഞങ്ങൾക്ക് പറയേണ്ട രാഷ്ട്രീയം തന്നെയാണ്. വർഗീയ വിരുദ്ധ നിലപാടാണ് ഞങ്ങളുടെ ഒന്നാമത്തെ കാര്യം. മതനിരപേക്ഷ ഇന്ത്യയും മതനിരപേക്ഷ കേരളവും, അതിന് മതേതരത്വത്തിന് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ 4 വോട്ടല്ല ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം. മതേതരത്വം നിലനിർത്തുക എന്നതാണ്. ഇന്ത്യൻ മതേതരത്വം പിച്ച് ചീന്തപ്പെട്ട ഒരു അന്തരീക്ഷത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടന തന്നെ കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനെല്ലാം വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലെ ഞങ്ങളെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. മറ്റൊന്ന് കേരളത്തിലെ ഭരണമാണ്. അത് കേരളത്തിലെ ഭരണത്തെ സംബന്ധിച്ച് ജനങ്ങൾക്കറിയാം. ഇന്ന് കേരളത്തിലെ ജനങ്ങൾ പൊതുവെ ഈ ഭരണം കൊണ്ട് സംതൃപ്തരാണ്. ഒരു കാലത്തുമില്ലാത്ത രീതിയിലുള്ള സംതൃപ്തി ഈ ഭരണത്തെ സംബന്ധിച്ച് ജനങ്ങൾക്കുണ്ട്. അതിൽ കക്ഷി രാഷ്ട്രീയമില്ല. അതിൽ നല്ലൊരു ശതമാനം ജനങ്ങൾ അതീവ സന്തുഷ്ടരും സന്തോഷവാന്മാരുമാണ്. അതിൻ്റെ എല്ലാം പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. യാതൊരു സംശയവുമില്ല. BJPയുടെ കൗണ്ട് കൂടുമെന്നൊക്കെയാണ് അവരുടെ ഒരു വിലയിരുത്തൽ, കോർപ്പറേഷൻ അടക്കം. ഇങ്ങനെ നിങ്ങളുടെ ഒരു പൊതുവെ BJPയുടെ നമുക്ക് എണ്ണീറ്റ് നോക്കാം. BJP കുറേ കാലങ്ങളായി ഇവിടെ നടത്തുന്ന വോട്ട് കച്ചവടവും കാര്യങ്ങളെല്ലാം നമുക്കെല്ലാം അറിയുന്നതാണ്. അപ്പം BJP അവരുടെ വോട്ട് നിലനിർത്തിയാൽ ഈ തവണ കച്ചവടം ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാകും. BJPയുടെ വോട്ട് കുറഞ്ഞാൽ അവർ കച്ചവടം ചെയ്തിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയും. അതെല്ലാം നിങ്ങൾ തന്നെയാണ് പറയേണ്ടത്. RMPയുടെ സ്വാധീന മേഖലകൾ ഏറാമല അടക്കം RMPയുടെ സ്വാധീനമൊന്നും ഈ ജില്ലക്കകത്തൊന്നും ഇപ്പം ഇല്ല. പാർട്ടിയുടെ പേര് ഉച്ചരിക്കുന്നതിനോട് തന്നെ ഞങ്ങൾക്കൊന്നും യോജിപ്പില്ല. കാരണം ഉണ്ടെങ്കിലല്ലേ പറയാം. പിന്നെ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി ഒഞ്ചിയം പഞ്ചായത്ത് ഭരിച്ചു എന്നത് ശരിയാണ്. 2.5 കൊല്ലം. ഇത്തവണ ഒഞ്ചിയം നിങ്ങൾക്ക് കാണാം. ഒഞ്ചിയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരം ഏറ്റെടുക്കും ഒഞ്ചിയത്ത്.